ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സീസോൺ ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, ദ ലോ ഓഫ് സപ്ലൈ ഈസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക് തിയറി വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് കീപ്പിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് റിസൾട്ട്സ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഇവിടെ പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കുന്ന ലോ ആണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും ആൻഡ് വൈസ് വേഴ്സ. പക്ഷേ ഈ ലോ ഓഫ് സപ്ലൈയിൽ പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കൂടുന്നു, അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കുറയുന്നു. ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓർ quantities respond in the same direction as price changes. The quantity supplied by the producers increases as price rise and decreases as price falls. പ്രൈസ് കൂടുമ്പോൾ സപ്ലയേഴ്സ് എന്താണ് അവരുടെ ക്വാണ്ടിറ്റി സപ്ലൈ എന്നുള്ളത് കൂട്ടുന്നു. അവർ കൂടുതൽ സപ്ലൈ ചെയ്യാൻ റെഡി ആവുന്നു, വില്ലിങ് ആവുന്നു. കാരണം അവരുടെ പ്രൈസ് കൂടുമ്പോൾ അവരുടെ എന്താണ് പ്രോഫിറ്റ് അവർക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. സോ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കൂടുന്നു ആൻഡ് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഒരു ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈ കൂടുകയാണ് ആൻഡ് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കുറയുന്നു. ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് 1 രൂപയായിരുന്നു, അപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ 20 ആയിരുന്നു. ആൻഡ് പ്രൈസ് 2 മാറിയപ്പോൾ സപ്ലൈ കൂടി 40 ആയി, 3 ആയപ്പോൾ 60. അങ്ങനെ പ്രൈസ് കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈ കൂടി വരികയാണ്. രണ്ടും തമ്മിൽ എന്താണ് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഓർ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിലുള്ളത്. അതുകൊണ്ടാണ് ലൈൻ ഇത്തരത്തിലൊരു അപ്വേർഡ് സ്ലോപ്പ് ലൈനായി മാറിയത്. ലോ ഓഫ് ഡിമാൻഡിൻ്റെ കേസിൽ എന്തായിരുന്നു, ഡൗൺവേർഡ് സ്ലോപ്പ് ലൈനായിരുന്നു. ആൻഡ് ലോ ഓഫ് സപ്ലൈയിൽ ഒരു അപ്വേർഡ് സ്ലോപ്പ് ലൈനാണ്. ദാറ്റ് മീൻസ് പ്രൈസ് കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ കൂടി വരികയാണ്. ഓക്കെ, ദ ലോ ഓഫ് സപ്ലൈ അസേർട്സ് ദാറ്റ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസസ് ഇൻക്രീസസ് സോ ഡസ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് എയിമിംഗ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്സ് വൈൽ ദ ഓപ്പോസിറ്റ് ഒക്കേഴ്സ് ഇഫ് പ്രൈസ് ഫോൾസ്. അതായത് സപ്ലയേഴ്സ് പ്രൈസ് കൂടുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റി സപ്ലൈ കൊടുക്കാൻ വേണ്ടി വില്ലിങ് ആവുന്നു ആൻഡ് പ്രൈസ് കുറയുമ്പോൾ അവരുടെ സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവർ പ്രൈസ് കൂടിക്കഴിയുമ്പോൾ എന്താണ് അതിലവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഈ ഒരു കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവരുടെ ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറയുന്നത് അവർ കൂട്ടാൻ ശ്രമിക്കുക. പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ബിഹേവിയറാണ് നമ്മൾ ആക്ച്വലി ലോ ഓഫ് സപ്ലൈയിലൂടെ നോക്കുന്നത്. ആൻഡ് പ്രൈസ് കുറയുമ്പോൾ അവരുടെ ക്വാണ്ടിറ്റി സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നു. മേ ബി അവർ പ്രൈസ് കൂടുമ്പോൾ കൂടുതൽ സപ്ലൈ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാവാം. അങ്ങനെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കുറയുന്നു ആൻഡ് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കൂടുന്നു. എന്തിനാണ്? പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എ സപ്ലൈ കർവ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ്സ് ദ ലോ ഓഫ് സപ്ലൈ ഷോസ് ആൻ അപ്വേർഡ് സ്ലോപ്പ് ഓർ ഹയർ പ്രൈസസ് കറസ്പോണ്ട്സ് ടു ഹയർ ക്വാണ്ടിറ്റി സപ്ലൈഡ്. നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൻ്റെ കേസിൽ ഡിമാൻഡ് ഷെഡ്യൂളും ഡിമാൻഡ് കർവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ സപ്ലൈ ഷെഡ്യൂൾ ഉണ്ട്, അതുപോലെ തന്നെ സപ്ലൈ കർവ് ഉണ്ട്. എന്താണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്? ഈ ഒരു ക്വാണ്ടിറ്റി സപ്ലൈയും പ്രൈസും തമ്മിലുള്ള റിലേഷൻ നമ്മളൊരു ഗ്രാഫിക്കൽ ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? സപ്ലൈ കർവ് എന്ന് പറയുന്നു. അതുപോലെ ആ ഒരു പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിലുള്ള റിലേഷൻ നമ്മളൊരു ടേബുലാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നു. ഇത്തരത്തിൽ പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിലുള്ള ആ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒരു ഗ്രാഫിക്കലി അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ആ ഒരു കറക്റ്റ് അതിനെന്താണ് ആ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? അപ്വേർഡ് സ്ലോപ്പാണ്. പ്രൈസ് കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈ കൂടുന്നു. രണ്ടും തമ്മിൽ എന്താണ് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് വരുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സപ്ലൈ ഇൻക്ലൂഡ്സ് കൺസ്യൂമേഴ്സ് ഡിമാൻഡ്, നമ്പർ ഓഫ് സപ്ലയേഴ്സ്, competition, technology, government policy, with external factors like weather affecting സ്പെസിഫിക് ഇൻഡസ്ട്രീസിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൂടി എന്തിൽ വരുന്നുണ്ട്? ഈ ഒരു സപ്ലൈയുടെ അളവ് കൂടാനും കുറയാനൊക്കെ കാരണമാകുന്നുണ്ട്. ഇതിൽ പറഞ്ഞു കൺസ്യൂമേഴ്സിന് കൂടുതൽ ആ ഒരു പ്രൊഡക്റ്റിനോട് ഡിമാൻഡ് ഉണ്ടെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റി സപ്ലൈ കൂടും. കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ സപ്ലൈ ചെയ്യും ആൻഡ്
പ്രൈസ് എന്ന് പറയുന്നത് മെയിൻ ഫാക്ടറാണ്. പ്രൈസ് സപ്ലൈനെ തീരുമാനിക്കുന്നത്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കൂടുന്നു. ആൻഡ് നമ്പർ ഓഫ് സപ്ലയേഴ്സ് ഉണ്ടാകുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കോമ്പറ്റീഷൻ, എത്രത്തോളം കോമ്പറ്റീഷൻ മാർക്കറ്റിലുണ്ട്, എത്രത്തോളം സപ്ലയേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതിൽ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്. ആൻഡ് ടെക്നോളജീൻ്റെ ഡെവലപ്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി സപ്ലൈ കൂടും. ആൻഡ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈ കുറയും. ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നതൊക്കെ പോസിറ്റീവ്ലി നെഗറ്റീവ്ലി സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ഗവൺമെൻറ് പോളിസി ഇതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടാക്സസ് ഒക്കെ ആകുമ്പോൾ സപ്ലൈ കുറക്കുന്നുണ്ട്. ആൻഡ് ഹൈ ടാക്സസ് ഒക്കെ ആകുമ്പോൾ എന്താണെങ്കിൽ സപ്ലൈ കുറയുന്നുണ്ട്. സബ്സിഡീസ് കൊടുക്കുമ്പോൾ സപ്ലൈ കൂടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഗവൺമെൻറ് മറ്റ് റെഗുലേഷൻസ്, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരു സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ പിന്നെ കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് വെതർ കണ്ടീഷൻസ്, ഇപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഒക്കെ ആകുമ്പോൾ മഴ കൂടി കഴിയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ മേ ബി കുറയാം. അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സമയത്താവുമ്പോൾ അങ്ങനെ കുറയാം, വെള്ളപ്പൊക്കം വന്നിട്ട് കുറയാം. അതൊക്കെ എന്താണ്, വെതർ കണ്ടീഷൻ, സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. ബിയോണ്ട് ദ കൺട്രോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബിയോണ്ട് ദ കൺട്രോൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതുമൂലം എന്താണ് നമ്മുടെ സപ്ലൈനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. ലൈക്ക് വെതർ കണ്ടീഷൻസ്, എക്സ്ട്രീം വെതർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, കൺസ്യൂമേഴ്സ് ഡിമാൻഡ്, നമ്പർ ഓഫ് സപ്ലയേഴ്സ്, കോമ്പറ്റീഷൻ, ടെക്നോളജി, ഗവൺമെൻറ് പോളിസി ആൻഡ് സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് വെതർ. ഇതൊക്കെ എന്താണ്, സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത്, നമ്മൾ പറഞ്ഞു ലോ ഓഫ് സപ്ലൈ എന്താണെന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ലോ ഓഫ് സപ്ലൈ ആണെങ്കിലും ഡിമാൻഡ് ആണെങ്കിലും ഇത്തരത്തിലുള്ള മൈക്രോ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മൈക്രോ എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്ന ആരാണ്, ആൽഫ്രഡ് മാർഷലാണ്. അപ്പോൾ ആൽഫ്രഡ് മാർഷലാണ് ഇത്തരത്തിലുള്ള ഡിമാൻഡ് സപ്ലൈ കാര്യങ്ങളൊക്കെ എക്കണോമിക്സിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആൽഫ്രഡ് മാർഷൽ, എ ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ്, സിഗ്നിഫിക്കൻ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ടു സപ്ലൈ തിയറി ബൈ യൂസിങ് സപ്ലൈ കർവ് ടു ഇല്ലുസ്ട്രേറ്റ് ദാറ്റ് ബോത്ത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സെറ്റ് ദ പ്രൈസസ് ആൻഡ് ഔട്ട്പുട്ട്. അതായത് ഡിമാൻഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, അതേപോലെ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു. ഇത്തരത്തിൽ പ്രൈസുമായിട്ടുള്ള ഡിമാൻഡിൻ്റെയും സപ്ലൈൻ്റെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കർവായിട്ടൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലാണ്. ഇറ്റ്സ് എ ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ്. And the law of supply and demand collectively explains the balance in the market economies, where sellers and buyers reach an equilibrium price of the quantity. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് ആ ഒരു മാർക്കറ്റിലെ ഡിമാൻഡ് ഫോഴ്സസ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ്. ഡിമാൻഡും പ്രൈസും ഈക്വൽ ആവുന്ന ആ ഒരു ഇക്വിലിബ്രിയം പ്രൈസിലാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഡിമാൻഡ് ഫോഴ്സസ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ഈക്വൽ ചെയ്യുന്ന ആ ഒരു ഇക്വിലിബ്രിയം പ്രൈസ്, അതിലൂടെയാണ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുക. അതിനാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, പ്രൊഡക്റ്റിൻ്റെ ആ ഒരു മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് രണ്ട് ഫോഴ്സസ് ആണ്, ഡിമാൻഡ് ഫോഴ്സസ് ആൻഡ് സപ്ലൈ ഫോഴ്സസ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്കണോമിക്സിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലാണ്, ആസ് ദ ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ലോ ഓഫ് സപ്ലൈ, അതായത് പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിലുള്ള ആ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ദർ വിൽ ബി എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസസ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ദെയർ ക്വാണ്ടിറ്റി സപ്ലൈ. ദെൻ സപ്ലൈ ഷെഡ്യൂൾ എന്താണ്, സപ്ലൈ കർവ് എന്താണ്, അതൊരു ഗ്രാഫിക്കലി ഈ പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സപ്ലൈ കർവ്. അതൊരു ടേബുലാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സപ്ലൈ ഷെഡ്യൂൾ. ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് ഇക്വിലിബ്രിയം പ്രൈസ്. അവിടെയാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പെട്ടതാണ് കോമ്പറ്റീഷൻ, ടെക്നോളജി, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് വെതർ കണ്ടീഷൻസ്, നമ്പർ ഓഫ് സപ്ലയേഴ്സ്, കസ്റ്റമർ ഡിമാൻഡ് എക്സെട്ര.